CPIM-നോടുള്ള സമീപനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത. സമസ്തയിലെ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞു. സുപ്രഭാതത്തിൽ നയമാറ്റം സംഭവിച്ചു. അടുത്ത മുഷാവറ യോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പ്രതികരിച്ചു. അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തിൽ ചില നയമാറ്റങ്ങൾ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ നയമാറ്റത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് അതിൻ്റെതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ പോകാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടും. അതേ നയമാറ്റങ്ങൾ ചെറിയ രീതിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായി അതങ്ങനെ വളർന്നു വരിക ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അത് പരിഹരിക്കേണ്ട സമയമാണ്. അപ്പോൾ അടുത്ത സമസ്തയുടെ മുഷാവറ യോഗങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കും. അതിനുള്ള പരിഹാരങ്ങൾ അന്വേഷിക്കും. അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും. ഇടതുപക്ഷവുമായി അടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകാനുണ്ട് മലപ്പുറത്ത് നിന്നും. സമീർ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുപ്രഭാതത്തിന്റെ ഗൾഫിൽ നടത്തിയ പരിപാടിയിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിന്ന സംഭവം. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നവരുടെ എണ്ണം സമസ്തയിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണല്ലോ നദ്വി. അപ്പോൾ സമസ്തയ്ക്കകത്ത് ഒരു ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുകയാണല്ലോ. എന്താണ് സമസ്തയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ? എങ്ങനെയാണത് സുപ്രഭാതത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്? ഗോപികൃഷ്ണൻ, സമസ്തയും ഇടതുപക്ഷവും തമ്മിലുള്ള നിലപാട്, അവരോടുള്ള സമീപനമൊക്കെ തന്നെ ചൊല്ലി സമസ്തക്കകത്ത് ഭിന്നതയുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ്. എന്നാൽ ഇതിലിപ്പോൾ ഒരു സമസ്തയുടെ തന്നെ ഒരു മുഷാവറ അംഗം തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹാവുദ്ദീൻ നദ്വി പറയുന്നത് സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷവുമായി ആഭിമുഖ്യം പുലർത്തുന്നു, അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് സുപ്രഭാതത്തിലും പ്രതിഫലിക്കുന്നു. അങ്ങനെ സുപ്രഭാതത്തിന്റെ നിലപാടിലും ഒക്കെ തന്നെ നയത്തിലും മാറ്റങ്ങൾ വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് UAE വെച്ച് സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ ഒരു ഘട്ടത്തിൽ ബഹാവുദ്ദീൻ നദ്വി, സുപ്രഭാതത്തിന്റെ എഡിറ്റർ കൂടിയായ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മുസ്ലിം ലീഗിനൊപ്പം തന്നെ അദ്ദേഹം വിട്ടുനിന്നിരുന്നു. ഇതിലാണ് ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇനി ഈ സുപ്രഭാതത്തിന്റെ ഈ ഒരു നയമാറ്റത്തെ ചൊല്ലിയാണ് താൻ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് നിലവിൽ ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന മുഷാവറ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാൻ കൂടിയാണ് നിലവിൽ ബഹാവുദ്ദീൻ നദ്വിയുടെ തീരുമാനം. ഏതായാലും ഈ CPI-യുമായി ബന്ധപ്പെട്ട നിലപാടിനെ ചൊല്ലി സമസ്തകത്ത് ഇരുവിഭാഗമായി തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരു വിഭാഗം പ്രത്യേകിച്ച് ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു, അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. മറുവിഭാഗം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുകയും മുസ്ലിം ലീഗുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ആ മുസ്ലിം ലീഗിന് അനുകൂലിക്കുന്ന നേതാവ് കൂടിയാണ് നിലവിൽ ഈ ബഹാവുദ്ദീൻ നദ്വി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത്തരം കാര്യങ്ങൾ അടുത്ത മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്ത് ഈ ഒരു നീക്കത്തിന് തടയിടുക എന്നുള്ളത് തന്നെയാണ് ഈ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന, പ്രത്യേകിച്ച് ഈ മുതിർന്ന മുഷാവറ അംഗം കൂടിയായ ബഹാവുദ്ദീൻ നദ്വിയുടെ തീരുമാനം. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.